വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിൽ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരും. ബത്തേരി പോലീസാണ് ആത്മഹത്യ അന്വേഷിക്കുന്നത്. തെളിവുകൾ ലഭിച്ചാൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട് DCC ട്രഷററും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്ത സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തും എന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ. തെളിവുകൾ ലഭിച്ചാൽ ചോദ്യം ചെയ്യുമെന്നും പറയുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ വയനാട് DCC ട്രഷറും മകനും മരിക്കുന്നത്. ഇതിനു മുമ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവർ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. തുടർന്നായിരുന്നു പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു. 2 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. അതേ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നത്. ചില സാമ്പത്തിക തിരിമറികളുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ പല വഴികളിലും ഉണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ബത്തേരി അർബൻ ബാമ്പിൽ നിയമനത്തിൽ കോഴ വാങ്ങിയെന്ന പരാതിയുമായി ചിലർ രംഗത്തെത്തിയത്. ആ ഒരു കരാറിന്റെ രേഖ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അതായത് ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്നും 30 ലക്ഷം രൂപയാണ് ഈ കോൺഗ്രസ് ഇവിടെയുള്ള DCC വാങ്ങിയത് എന്നുള്ള തെളിവടക്കമുള്ള രേഖയാണ് അവിടെ ഉള്ളത്. ഇത് വാങ്ങിയിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഈ മരണപ്പെട്ട DCC ട്രഷറർ ആയിരുന്ന M വിജയൻ ഒപ്പിട്ട കരാറാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ IC ബാലകൃഷ്ണൻ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണന്റെ അടക്കം പേര് ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്ക് നീങ്ങിയത്. അതായത് ഇവർ മരണപ്പെട്ടത്, അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമായത് ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ കാരണമായിരിക്കാം എന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അതിനാൽ തന്നെയും പോലീസ് ഇപ്പോൾ ഈ ആത്മഹത്യ അന്വേഷിച്ചു വരുന്നുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ അർബൻ ബാങ്കിലെ നിയമന കോഴ വിവാദം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി പോലീസ് പരിശോധിക്കുമെന്ന് ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് DCC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ 30 ലക്ഷം വാങ്ങി ഇവരുടെ അടുത്തുള്ള 3 ബാങ്കുകളുണ്ട്. ബത്തേരി, അതുപോലെ തന്നെ മടക്കിമല തുടങ്ങിയ സ്ഥലങ്ങളിലായി 3 ബാങ്കുകളുണ്ട്. ഈ 3 ബാങ്കുകളിൽ എവിടെയെങ്കിലും നിയമനം നടത്താമെന്നുള്ള ഒരു കരാറായിരുന്നു ഇതിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ പണം കൃത്യമായി തന്നെ DCCയിലേക്ക് പോകുമെന്നുള്ള ഒരു ധാരണ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നീട് DCCയിൽ എത്തിയില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടിയുണ്ട്. ഇത് ഇവരുടെ കൈകളിൽ എത്തിപ്പെട്ടു, ചില കോൺഗ്രസ് നേതാക്കളുടെ കൈകളിൽ എത്തിപ്പെട്ടു. എന്നാൽ തുടർന്ന് ഈ ഒരു ആരോപണം ഉയർന്നപ്പോൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനു മുൻപ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയം ഉയർന്നു വന്നതാണ്. അന്നും ഈ ട്രഷററുടെ മേൽ ഇത് പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാന ആരോപണം ഉയരുന്നത്. എന്തിനാ തന്നെയും വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. വിനോദ്, വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിലാണ് സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരുന്നത്. ബത്തേരി പോലീസാണ് ആത്മഹത്യ അന്വേഷിക്കുന്നത്. തെളിവുകൾ ലഭിച്ചാൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.